നമസ്കാരം. തട്ടിപ്പുകൾക്കും പിഴവുകൾക്കും ഗിന്നസ് റെക്കോർഡ് ഇടുന്നതാണ് ഉമാ തോമസ് MLA അപകടപ്പെടുത്തിയ കലൂരിലെ ഡാൻസ് ഇവന്റ്. ഗുരുതര പരിക്കുകളുമായി ഉമാ തോമസ് ചികിത്സയിലിരിക്കുമ്പോഴാണ് സംഘാടകർ തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന വിവരങ്ങൾ പുറത്താകുന്നത്. ചട്ടങ്ങൾ ലംഘിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയും മെഗാ ഇവന്റിന് അരങ്ങൊരുക്കിയ സംഘാടകർ ഗിന്നസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ പിരിച്ചെടുത്തത് കോടികളാണ്. ചലച്ചിത്ര താരത്തിന്റെ മേൽവിലാസത്തിലും ഗിന്നസ് റെക്കോർഡ് എന്ന പ്രലോഭനത്തിലും മൾട്ടി ലെയർ തട്ടിപ്പാണ് മൃദംഗ വിഷന്റെ ബാനറിൽ നടന്നിരിക്കുന്നത്. ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. രേഖ പോലും തയ്യാറാക്കിയുള്ള കരാറാണ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് വിവിധ ഏജൻസികളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സേഫ്റ്റി ആസ്പെക്ട്സ്, ഫയർ, മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. ഇതുവരെ ഒരു റെസിപ്റ്റ് നമുക്ക് മൃദംഗനാദം എന്ന പേരിലോ മൃദംഗ വിഷൻ എന്ന പേരിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഞെട്ടിപ്പോയത് അതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ പേരിൽ മേടിച്ചത്. ആദ്യം വേറെ ആരോ ആണ് അത് ചിട്ടപ്പെടുത്തി അയച്ചിരുന്നത്. ഇടയിലാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തി ഇതിലേക്ക് വരുന്നത്. ദിവ്യ ഉണ്ണിയുടെ ഒരു ചിട്ടപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പാണ്. ആദ്യം വേറെ ആരോ ചിട്ടപ്പെടുത്തി, പിന്നെ അതിൽ മാറ്റം വരുത്തിയാണ് ദിവ്യ ഉണ്ണിയുടെ എൻട്രി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതിനൊക്കെയാണ് പറയുന്നത് അതോറിറ്റികളുടെ ശ്രദ്ധ. എവിടെ നിന്ന് പെർമിഷൻ കിട്ടണം, എങ്ങനെ നടത്തണം എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോകാം. ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ, ആരും കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ. വാർത്തയാകുമ്പോൾ മാത്രം പരിശോധിക്കപ്പെടുന്ന സംവിധാനത്തിലാണോ സുരക്ഷ ഉൾപ്പെടെയുള്ള പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്? ഉമാ തോമസ് MLA വേഗം സുഖം പ്രാപിക്കട്ടെ. ഇനി അന്വേഷണം വേണ്ടത് മറഞ്ഞിരിക്കുന്ന തട്ടിപ്പുകാരിലേക്കാണ്. എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. തട്ടിപ്പിന്റെ മൃദംഗനാദമോ? പ്രേക്ഷകർക്ക് എന്നോടൊപ്പം അതിഥികളുണ്ട് എൻകൗണ്ടർ പ്രൈമിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ. അതോടൊപ്പം തന്നെ മൃദംഗനാദം പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ മാതാവ് ശ്രീമതി ബിജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിജിയോട് ഞാൻ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് ബിജി നൽകിയിരിക്കുന്ന മറുപടി നമുക്ക് പരിശോധിക്കാം. കോൺഗ്രസ് പ്രതിനിധി ശ്രീ ടോണി ചമ്മണി, GCDA ചെയർമാൻ ശ്രീ K ചന്ദ്രൻപിള്ളയും ഇതുപോലെ നേരത്തെ തന്നെ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ തയ്യാറാക്കി അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് നോക്കാം. പൊതുപ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ എന്നോടൊപ്പം തത്സമയമുണ്ട്. ഇടത് നിരീക്ഷകൻ ശ്രീ അഡ്വക്കേറ്റ് BN ഭാസ്കറും നമ്മളോടൊപ്പം ചേരുന്നു തത്സമയം. നമുക്ക് ആദ്യം പോകാനുള്ളത് ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ അടുത്തേക്കാണ്. ശ്രീമതി ബിജി, ഈ പരിപാടിയിൽ പങ്കെടുത്തത് താങ്കളുടെ ആരാണ്? എൻ്റെ മകളാണ് നൈന. മകളാണ് നൃത്ത പരിപാടിയിൽ പങ്കെടുത്തത്. എത്ര രൂപ ഫീസ് നൽകി? ആരാണ് ഫീസ് ചോദിച്ചത്? ആർക്കാണ് ഫീസ് കൊടുത്തത്? എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുന്നേ നമ്മൾ 2000 രൂപ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന നിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ സാധാരണ നൃത്ത പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ പ്രാക്ടീസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായിട്ട് ഇവർ ഇതിൻ്റെ പിന്നിലായിരുന്നു. ഈ ഗിന്നസ് റെക്കോർഡ് എന്നുള്ള നൃത്തത്തിൻ്റെ പിന്നിലായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ആരാണ് ഇപ്പോൾ ഈ ഫീസ് വാങ്ങിയത്? എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? എന്ത് പറഞ്ഞാണ് വാങ്ങിയത്? അല്ല 2000 രൂപ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഒരു അപ്ഡേഷൻ വന്നു. ഒരു 1600 രൂപയും കൂടെ പേ ചെയ്യണം ഇതിൻ്റെ രജിസ്ട്രേഷൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ നമ്മൾ 1600 നമ്മൾ പേ ചെയ്തു. 2 പ്രാവശ്യമായിട്ട് 3500 രൂപയാണ് കൊടുത്തത്. അല്ല, അതായത് 2000 രൂപ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങുന്നു, പിന്നീട് ഒരു 1600 രൂപ പിന്നീട് രണ്ടാം ഗഡു അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വാങ്ങുന്നു. അങ്ങനെ ആകെ താങ്കൾ നൽകിയ ഫീസ് 3600 രൂപയാണ് അല്ലേ? എന്തു പറഞ്ഞാണ് സമീപിച്ചത്? അതായത് ഇത് ഇങ്ങനൊരു ഇവന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞു? ആരാണ് സമീപിച്ചത്? അതിൻ്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സംഘാടകർ സത്യത്തിൽ ഇന്നലെ മാത്രമാണ് മൃദംഗ വിഷൻ എന്നുള്ള പേര് നമ്മളിലേക്ക് എന്ന് പറയുമ്പോൾ ഞാനത് സെർച്ച് ചെയ്തതുകൊണ്ട് വന്നു. കാര്യം അത് TV-യിൽ കാണിച്ചപ്പോൾ മൃദംഗ വിഷൻ എന്നുള്ള പേര് ഞാൻ കണ്ടു. ഈ പരിപാടിയുടെ പേരായിട്ട് പറഞ്ഞിരുന്നത് മൃദംഗനാദം എന്നായിരുന്നു. മൃദംഗനാദം. അപ്പോൾ ഹലോ, ഓക്കെ, ഈ പരിപാടിയുടെ പേര് മൃദംഗനാദം എന്നായിരുന്നു. 8 മിനിറ്റ് വീഡിയോ, നൃത്ത വീഡിയോ ചിട്ടപ്പെടുത്തിയാണ് കുട്ടികൾക്ക് അയച്ചു തന്നിരുന്നത്. ഇത് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നമ്മൾക്ക് ഈ സംഘാടകരുമായിട്ട് കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ നേരിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഏത് നൃത്ത വിദ്യാലയത്തിലാണോ ഈ കുട്ടി പഠിക്കുന്നത് അവരുമായിട്ടായിരുന്നു ഈ സംഘാടകർ ബന്ധപ്പെട്ട് ഈ പൈസ എല്ലാം വാങ്ങിയത്. സംഘാടകരും ഈ നൃത്ത വിദ്യാലയത്തിൻ്റെ നടത്തിപ്പുകാരുമായിരുന്നു. അധ്യാപകർ, നൃത്ത അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപികമാർ.
അവരാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തത്. എന്ത് തന്നെ ആയാലും 3500 രൂപ ഒരു കുട്ടിയുടെ രജിസ്ട്രേഷൻ എന്നുള്ള നിലയ്ക്ക് നൃത്തവിദ്യാലയങ്ങൾ ഈ സംഘാടകർക്ക് കൊടുത്തിട്ടുണ്ട്. ശരി, അതായത് സംഘാടകർക്ക് നേരിട്ട് രക്ഷിതാക്കളുമായി അവർ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല, മറിച്ച് നൃത്ത വിദ്യാലയങ്ങളെയാണ് ഈ സംഘാടകർ സമീപിച്ചത്. നൃത്ത വിദ്യാലയങ്ങളിലുള്ള നൃത്ത അധ്യാപകർ അവരുടെ സ്റ്റുഡൻസിനെ ഇതിലേക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യുകയായിരുന്നു. അവരാണ് ഈ അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികളോട് ഈ അവരുടെ രക്ഷിതാക്കളെ സമീപിക്കുന്നതും അതിനുശേഷം പിന്നീട് ഏതാണ്ട് 3500 രൂപ നൽകി അവർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നതും. ശ്രീ ടോണി ചമ്മണി, ഇതിനകത്ത് ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ GCDA ചെയർമാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. GCDA ഈ കാര്യത്തിൽ ചെയ്തത് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പേരിൽ മറവിൽ നടന്നിട്ടുള്ള തട്ടിപ്പിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. ഇപ്പോൾ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെടാൻ ഇടയായ സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് പിഴവുകൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ താങ്കളുടെ പ്രതികരണം എടുക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ പ്രതിനിധി ആ സംഭവ സ്ഥലത്ത് ചെന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, വളരെ ചെറിയൊരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള പിഴവുകളാണ് ഈ വേദിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉമാ തോമസിനുണ്ടായ ദാരുണമായ അപകടം, അതിനെ തുടർന്ന് മാത്രമാണ് ഇതിനകത്തുള്ള പോരായ്മകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് മറ്റേതൊരു ഇവന്റിനെയും പോലെ നമ്മുടെ കണ്ണിൽ പെടാതെ, അല്ലെങ്കിൽ വലിയ മാധ്യമങ്ങളിലെ തലക്കെട്ടുകളും വാർത്തകളും ഒക്കെയായി ആ ഇവന്റിന്റെ കൊഴുപ്പിൽ അങ്ങനെ നീങ്ങുമായിരുന്നു. പക്ഷേ ഈ അപകടം സംഭവിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞത്. എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് പെട്ടെന്ന് നോക്കിയിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഈ കയറുന്നത് കേവലം ഇരുമ്പ് പടികളിലേക്കല്ല, നിയമലംഘനങ്ങളാൽ കെട്ടിയുയർത്തിയ ഒരു കലാവേദിയിലേക്കാണ്. ഈ പടികൾ കടന്നാണ് ഇന്നലെ ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗ വിഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത്. 30ഓളം പേരെയാണ് ഈ കാണുന്ന വേദിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അത്രയും പേർക്ക് ഇരിക്കാനുള്ള വേദി പണിതാകട്ടെ കേവലം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിയ നിലയിലാണ് ആ പ്ലാറ്റ്ഫോം അടക്കം ഉണ്ടായിരുന്നത്. അത്രത്തോളം സുരക്ഷ കുറഞ്ഞ വേദിയിലാണ് ഇന്നലെ ഉമാ തോമസ് അടക്കമുള്ള ജനപ്രതിനിധികളും VVIPകളും അടക്കം പരിപാടി കാണാനായി എത്തിയത്. ഈ 2 പടികൾ കയറി വേണം മുകളിലേക്ക് എത്താൻ. പക്ഷേ സ്വാഭാവികമായ ഒരാൾക്ക് ഇതിൻ്റെ മുകളിൽ കയറുക പ്രയാസമാണ്. അത്രത്തോളം ഉയരത്തിലാണ് ഓരോ പടിയും ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് ചെന്നാൽ തന്നെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവിടെ ഇളകുന്നുണ്ട്. അത്ര സുരക്ഷിതമല്ല വേദി എന്ന ഒറ്റ കയറ്റത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടെ 3 ലെയറുകളിലാണ് കസേരകൾ അടുക്കിയിരുന്നത്. സ്വാഭാവികമായും 2 ലെയർ ഇട്ടാൽ തന്നെ ആളുകൾ പോകാനുള്ള ഗ്യാപ്പ് കൂടി കഴിച്ചാൽ മുന്നിൽ ഇട വളരെ കുറവാണ്. അങ്ങനെയാണ് 3 ലെയർ കസേര. ആ കസേരയ്ക്കപ്പുറം ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ഉമാ തോമസ് തൻ്റെ ഇരിപ്പിടമായ 4ാമത്തെ ഇരിപ്പിടത്തിലേക്ക് നടന്നു പോകുന്നതും ഒപ്പമുണ്ടായിരുന്ന മന്ത്രി അടക്കമുള്ള ആളുകളെ കൈവീശി ഒപ്പം കൈകൊടുത്തൊക്കെ അഭിവാദ്യം ചെയ്യുന്നതും അങ്ങനെയാണ്. വേദി 3ാമത്തെ കസേരയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങേയറ്റത്ത് നിന്ന് ഒരു സുഹൃത്ത് ഉമാ തോമസിനെ വിളിക്കുന്നത്. ഉമാ തോമസ് ഇവിടേക്ക് പോകുന്നു, അയാളുമായി സംസാരിക്കുന്നു. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഇവിടെ നിന്ന് കാൽ വഴുതി MLA താഴേക്ക് വീഴുന്നത്. സ്വാഭാവികമായും ഏകദേശം പോലീസ് അളന്നപ്പോൾ 12 അടിയിലധികം ഉയരമുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് താഴേക്ക് വീഴുന്നത്. താഴെ കാണുന്ന കമ്പിയിൽ തലയിടിച്ചു. അവിടെ നിന്ന് പിന്നീട് താഴെയുള്ള കോൺക്രീറ്റിലും തലയിടിക്കുന്നു. ഗുരുതരമായ പരിക്ക്, രക്തം വാർന്നു കിടക്കുന്ന MLA സമീപത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരടക്കമാണ് എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്നത്. എന്തായാലും ഇത് വരുത്തിവെച്ച അപകടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ട്. നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര മൃദംഗ മിഷൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് മാഹിനൊപ്പം അശ്വിൻ പാലാഴി, 24. ശരി, ഇത് ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴി ആ സ്ഥലത്ത് ചെന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, നിയമലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ആ MLAക്ക് അപകടം പറ്റിയതിനെ തുടർന്നാണ് ഇതിൻ്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. MLA വളരെ വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ. ഇപ്പോൾ അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അവരുടെ ആരോഗ്യനിലയിലുള്ള പുതിയ വിവരങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിനിസ്റ്റർ, ഇപ്പോൾ എന്താണ് ഉമാ തോമസിന്റെ നിലവിലെ സാഹചര്യം? പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അതിന്റെ വൈകുന്നേരം ഒന്നും ഇറങ്ങിയിട്ടില്ല. ഒരു അപ്ഡേറ്റ് എന്താണ് മിനിസ്റ്റർ? MLA ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇപ്പോൾ 25-26 മണിക്കൂറുകൾ ആകുന്നു. അപ്പോ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് MLAയുടെ ആരോഗ്യസ്ഥിതി അസസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. അതുകൂടാതെ ആരോഗ്യവകുപ്പിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള എക്സ്പേർട്ട് ടീം, നമ്മുടെ കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്നലെ രാത്രി തന്നെ, അർദ്ധരാത്രിയിൽ തന്നെ അവിടെ എത്തിയിരുന്നു. വിശദമായ പരിശോധന നടത്തി. അവർ രാത്രിയിൽ തന്നെ അതിന്റെ റിപ്പോർട്ടും നൽകിയിരുന്നു.
ഇപ്പോ ഇന്നലത്തെ സ്ഥിതിയിൽ നിന്നും കുറച്ചുകൂടി MLA ഒരു സ്റ്റേബിൾ ആണ് എന്ന് പറയാം. കാരണം 2 ഇഞ്ചുറി ബ്രെയിൻ സംബന്ധിച്ചത് പക്ഷേ വലിയ സാരമായിട്ടുള്ളത് അല്ല. അത് ഒരു സർജറി ആവശ്യമില്ല. പിന്നെ ലങ്ങിന്റെ ഉണ്ടായിട്ടുള്ള ക്ഷതം ഇഞ്ചുറി അത് സംബന്ധിച്ച് ഇത് രണ്ടും കുറച്ച് സമയം എടുക്കുന്നതാണ് റിക്കവറി ചെയ്യാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തീവ്ര പരിചരണം ആവശ്യമുണ്ട്. MLA വെന്റിലേറ്റഡ് ആണ്. ഇപ്പോ ഇന്ന് വൈകുന്നേരം പൾമനോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഈ ടീമിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊഫസർ ഡോക്ടർ വേണുഗോപാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം അവിടെ പോയിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ ലങ്സിന്റെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇന്നലെ തന്നെ ഇത് സ്കാൻ ചെയ്ത് മറ്റു പരിശോധനകൾ നടത്തി എങ്ങനെയായിരിക്കും ഇത് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളത് ഡോക്ടേഴ്സ് ഒരു അസസ്മെന്റ് നടത്തിയിരുന്നു. അപ്പോൾ ആ അസസ്മെന്റിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇൻഫെക്ഷനുകളൊന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള തീവ്രപരിചരണം ആവശ്യമാണ്. മിനിസ്റ്റർ, ഇന്നിപ്പോൾ രാവിലെ ഈ എക്സ്പേർട്സ് ടീം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു ലൈഫ് ത്രെട്ടനിങ് അല്ല, അതായത് ജീവന് ഭീഷണിയുള്ള നിലയിലല്ല ഇപ്പോഴുള്ളത്, എങ്കിൽ പോലും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല എന്നാണ്. അതേ നിലയിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതെ, അതായത് ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ല. എന്നിരുന്നാലും ഈ 2 ലങ്ങിൻ്റെതും ബ്രെയിനിൻ്റെതും ഒരു കുറച്ച് ദിവസങ്ങൾ എടുക്കുന്ന ഒരു റിക്കവറിയാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഈ തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ചിലപ്പം ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഇഞ്ചുറികളുടെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിന് അതീവമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കെയറും എടുക്കുന്നുണ്ട്. അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആദ്യ നിലയിലുള്ള പരിചരണം തന്നെ MLAക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. കൊടുക്കുന്ന എല്ലാ മറ്റ് മെഡിസിൻസ് മറ്റ് സപ്പോർട്ടുകളെല്ലാം ഏറ്റവും മികച്ച നിലയിൽ തന്നെ കൊടുക്കുന്നതിനാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് നൽകുന്നുമുണ്ട്. മിനിസ്റ്റർ, ഈ മസ്തിഷ്കത്തിനേറ്റ ക്ഷതം, അതേപോലെ തന്നെ ശ്വാസകോശത്തിനുണ്ടായ ചതവ്, പിന്നെ ബാക്ക് ബോൺ നട്ടെല്ലിന് ഏറ്റിട്ടുള്ള ക്ഷതങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇന്നലെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ. അതിൽ നിന്ന് ഇപ്പോൾ ഈ ലങ്സ് മാത്രമാണ് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുള്ളത്. ബാക്കി ഒരു മെഡിക്കൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു നോർമൽസിയിലേക്ക് പതുക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. എല്ലാം കെയർ ആവശ്യമുള്ളതാണ്. ബ്രെയിനിൻ്റെതും അതുപോലെ തന്നെ ലങ്സും എല്ലാം തന്നെ കെയർ ആവശ്യമുള്ളതാണ്. അതുകൂടാതെ വീണപ്പോൾ ഉണ്ടായിട്ടുള്ള അല്ലാതെ ചില പരിക്കുകളുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം കെയർ ആവശ്യമുള്ളതാണ്. അതിൽ 2 ബ്രെയിനും അതുപോലെ തന്നെ ബ്രെയിനിന് ഒരു ഇമ്മീഡിയറ്റ് സർജറി ആവശ്യമില്ല. അത് സ്വയം ഹീൽ ചെയ്യുന്ന നിലയിൽ ആണ് ഉള്ളത്. അപ്പോൾ അതും ഒരു സമയമെടുക്കുന്നതാണ്. ലങ്സിന് ശ്വാസകോശത്തെ സംഭവിച്ചിട്ടുള്ളതും കുറച്ച് സമയം എടുത്താണ് ഒരു റിക്കവറി ഉണ്ടാവുക. അപ്പോൾ സമയം റിക്കവറിക്ക് എടുക്കുന്ന ഒരു സമയം അണുബാധകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈദ്യശാസ്ത്രം ഏറ്റവും ശ്രദ്ധിക്കുക. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ സംഘം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, പരമാവധി അത്തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു റിക്കവറി കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ഥിതിഗതികൾ ഒന്നുകൂടെ വിലയിരുത്തും. ഡോക്ടേഴ്സ് അസസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ മെഡിക്കൽ ബോർഡ് അസസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ടീമും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. മിനിസ്റ്റർ, നമ്മളെല്ലാം കാത്തിരിക്കുന്നത് MLA അപകടനില തരണം ചെയ്തു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടിയാണ്. അതിന് നമുക്ക് എത്ര കാത്തിരിക്കേണ്ടി വരും? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഘട്ടമായിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇപ്പോഴും സാങ്കേതികമായി അത്തരത്തിലല്ല, എന്നാൽ നമുക്ക് വളരെ പ്രതീക്ഷാ നിർഭരമാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ജീവാപായം അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഈ 2 ഇഞ്ചുറികളും പ്രത്യേകിച്ച് ലങ്സിന്റെ ഇഞ്ചുറി സംബന്ധിച്ച് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കെയർ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലോങ് ടേം ആയിട്ടാണ് അതിന്റെ ഒരു റിക്കവറി. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഒരു 3 ആഴ്ച ഒരു പക്ഷേ അതിനടുത്തൊരു സമയമാണ് അതിനാവശ്യമായിട്ട് വരിക. അപ്പോൾ ആ ഒരു കാലഘട്ടം വളരെ പ്രധാനമാണ്. അതിലെല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടുകളും നൽകി
ബാഹ്യമായിട്ടുള്ള ഇൻഫെക്ഷനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും ഇൻഫെക്ഷൻ സാധ്യത വളരെ ഉണ്ട് ഇങ്ങനെയൊരു ഇഞ്ചുറിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഡോക്ടേഴ്സ് ഇന്ന് അവരുടെ ഒരു അസസ്മെന്റ് ഇന്നലെ അവർ കണക്കാക്കിയതനുസരിച്ച് തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നാളെ അവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരിൽ അവരൊന്ന് മുൻകൂട്ടി അതൊന്ന് കണക്കാക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് തന്നെ അക്കാര്യം പറയുന്നതായിരിക്കും. മിനിസ്റ്റർ ഇന്ന് എന്തായാലും പത്തനംതിട്ട ജില്ലാ സമ്മേളനവുമൊക്കെയായി തിരക്കുകളിലായിരുന്നിരിക്കുമല്ലോ. മിനിസ്റ്റർ എണ്ണയിലേക്ക് പോകുന്നുണ്ടോ MLA കാണാൻ? തീർച്ചയായിട്ടും പോയി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വൈകാതെ ഞാൻ മെഡിക്കൽ ടീമുമായിട്ട് കൂടി സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ കൂടി നമ്മുടെ എക്സ്പെർട്ട് ടീം കൂടി അവരുടെ കൂടി സാന്നിധ്യത്തിൽ അവിടെ വിസിറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ശരി, താങ്ക് യു വെരി മച്ച് മിനിസ്റ്റർ, ഈ സന്ദർഭത്തിൽ താങ്കൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വന്നതിന്. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും അപകടനില ഉമാ തോമസ് MLA തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നതാണ് ഡോക്ടർമാർ നൽകുന്ന സൂചനകൾ. നമുക്ക് കാത്തിരിക്കാം. വരും മണിക്കൂറുകളിൽ ശുഭകരമായ വാർത്ത വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഏതായാലും ജീവന് ഭീഷണി നിൽക്കുന്ന അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല എന്നത് ആശ്വാസം നൽകുന്ന വിവരം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ശുഭകരമായ വാർത്ത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും പുതിയ മെഡിക്കൽ അപ്ഡേറ്റുകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ശ്രീ ടോണി ചമ്മണി, ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് സംഘാടകരുടെ ഭാഗത്ത് നിന്ന്. താങ്കൾ നോക്കുമ്പോൾ ആരാണ് അതിന്റെ ഉത്തരവാദികൾ? നമ്മൾ ഈ സംഭവം പരിശോധിക്കുമ്പോൾ ലാഭക്കൊതി മൂത്ത ഒരു സംഘടനയും അവർക്ക് വേണ്ടി പരിപാടി നടത്തിയ ഏജൻസിയും സർക്കാർ വകുപ്പുകൾ ഇവരുടെ എല്ലാം കൂട്ടായ വീഴ്ചയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, സംഘാടകർ ഞാൻ മനസ്സിലാക്കുന്നു മൃദംഗ വിഷൻ എന്നൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവരാണ് ഇത് നടത്തിയത്. ആവശ്യമായ അനുമതി കൊടുക്കേണ്ടത് കൊച്ചി കോർപ്പറേഷനും GCDയുമാണ്. ഇവരത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. അതാണ് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ കലൂർ സ്റ്റേഡിയത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. കലൂർ സ്റ്റേഡിയം GCDയുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. GCD ഇന്നൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, അവരെ ന്യായീകരിച്ചുകൊണ്ടാണ്. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. ഞാൻ അവരുടെ പത്രക്കുറിപ്പ് തന്നെ വായിക്കാം. അവരതിൽ പറഞ്ഞിട്ടുള്ളത് 24 നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഘാടകർക്ക് ഈ നൃത്തം അവതരിപ്പിക്കാൻ ആവശ്യമായ അനുമതി നൽകിയെന്ന്. അല്ലെങ്കിൽ ക്രമ നമ്പർ 3 പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ, ഫയർഫോഴ്സ് തുടങ്ങിയ അതിർത്തിയിൽ നിന്നും സുരക്ഷ ഉൾപ്പെടെയുള്ള മുൻകൂർ അനുമതികൾ ലഭ്യമാക്കിയ ശേഷമേ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവർ വിട്ടുകളഞ്ഞ ഒന്നുണ്ട്. സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ്. ആരാ സൈറ്റ് എഞ്ചിനീയർ? ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് GCDയുടെ ഉദ്യോഗസ്ഥരാണ്. കലൂർ സ്റ്റേഡിയത്തിൽ ഒരു സൈറ്റ് എഞ്ചിനീയറുണ്ട്. ആ സൈറ്റ് എഞ്ചിനീയറെ ബന്ധപ്പെട്ട രേഖകൾ കാണിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് 24 നിബന്ധനകളിലുണ്ട്. അതവർ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സെക്കൻഡ്, അതായത് ഞാൻ GCDA ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കാം. അദ്ദേഹം തത്സമയമല്ല നമ്മുടെ കൂടെ ഉള്ളത്, പക്ഷേ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സംശയം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ അറിയിച്ചു വേണമായിരുന്നു തുടർ നടപടികളെങ്കിൽ കരാറുകാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ പ്രകാരം GCDAയുടെ ആ സ്റ്റേഡിയം, അതായത് ഈ കല്ലൂർ സ്റ്റേഡിയം മാത്രം വിട്ടുകൊടുക്കുന്നു. അതിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, അതിനാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച്, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ലഭിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ അതത് വകുപ്പുകളുമായി അവരെ അറിയിച്ച് ഇതെല്ലാം നടപ്പാക്കണം എന്നുകൂടി ആ കരാറിലെ ധാരണയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലേ GCDA ചെയ്യേണ്ടത്? അതിനപ്പുറം എന്തെങ്കിലും GCDA ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും GCDA ചെയ്യേണ്ടതായ കാര്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ വിശദീകരിച്ചത്. ആ പറഞ്ഞ പോയിന്റ് ശരിയാണ്. അവരുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യം, സംഘാടകർ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും അനുമതി വാങ്ങണം, അത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ വാങ്ങിയ അനുമതി ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ, ഈ ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സൈറ്റ് കലൂർ സ്റ്റേഡിയം, അവിടെ സൈറ്റ് എഞ്ചിനീയർ GCDയുടെ ആ ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ. അപ്പോൾ താൽക്കാലിക സ്റ്റേജ് അവിടെ പണിത്, ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ സ്റ്റേജ്
സംഘാടകർ പണിയുമ്പോൾ അതിന് കൊച്ചി നഗരസഭ പെർമിറ്റ് നൽകിയിട്ടുണ്ടോ? സൈറ്റ് എഞ്ചിനീയർ പരിശോധിക്കേണ്ടതാണ്. അത്തരമൊരു രേഖ കാണിച്ച് പെർമിറ്റ് കാണിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ പാടുള്ളൂ. ആ സൈറ്റ് എഞ്ചിനീയർ മാത്രമല്ല, സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് GCDയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഏറ്റവും താഴെത്തട്ടിലൊരു എഞ്ചിനീയറാണ്. അതിന് മേലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ബൃഹത്തായ ഒരു പരിപാടിയിൽ GCD എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ സൈറ്റ് എഞ്ചിനീയർ മാത്രമല്ല, GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മൊത്തം ഈ വീഴ്ചയിൽ പങ്കാളിത്തമുണ്ട്, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. യഥാർത്ഥത്തിൽ സംഘാടകർ അനുമതി, ബന്ധപ്പെട്ട പെർമിറ്റ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? താൽക്കാലിക നിർമ്മിതിക്കുള്ള അവിടെയുള്ള സ്ഥിര നിർമ്മിതികൾ GCDയുടെ സൂപ്പർവിഷനിലാണ്, GCD എഞ്ചിനീയറിംഗ്. പക്ഷേ താൽക്കാലിക നിർമ്മിതികൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഈ കലൂരാകുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ നിന്നാണ് വാങ്ങേണ്ടത്. അത് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി. അവിടെയാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച. അതുകൊണ്ട് ഈ വീഴ്ചയുടെ ഒന്നാം പ്രതി GCDയാണ്, GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ബഹുമാനപ്പെട്ട ചെയർമാനും അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിരുന്നു. ഇത്തരം ബൃഹത്തായ പരിപാടിയല്ലേ, 12,000 വരുന്ന നർത്തകർ പങ്കെടുക്കുന്നതല്ലേ, അതോടൊപ്പം തന്നെ അത്രയും തന്നെ ആളുകൾ കാണികളായിട്ടും അവരുടെ കൂടെയുള്ളവരും, അപ്പോൾ ഏതാണ്ട് 4 ലക്ഷം പേർ വരുന്നൊരു പരിപാടിയിൽ GCDയെ ഒരു സ്റ്റേഡിയം കൊടുക്കുമ്പോൾ അത് നടത്താൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ട അനുമതികളും തേടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് GCD അധികൃതരാണ്, അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം. അപ്പോൾ അതിലൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം ചെയർമാനുണ്ട്. ഔദ്യോഗിക തലത്തിൽ കൃത്യനിർവഹണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിൻ്റെ ഉത്തരവാദിത്തം GCD എഞ്ചിനീയറിംഗ് വകുപ്പിനുണ്ട്. കോർപ്പറേഷനും യഥാർത്ഥത്തിൽ കൊച്ചി നഗരത്തിൽ ഇന്ന തീയതിയിൽ ഇത്തരം ബൃഹത്തായ ഒരു പരിപാടി വരുമ്പോൾ അവിടെ ആവശ്യമായ അനുമതികൾ തങ്ങളിൽ തേടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി പരിശോധിക്കാൻ, സ്വമേധയെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷൻ്റെ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിനുണ്ട്. അവരും അത്തരം ഒരു പരിശോധന പോകുന്നതിന് ശുഷ്കാന്തി കാണിച്ചിട്ടില്ല. മറ്റൊന്ന് ഫയർഫോഴ്സിൻ്റേതാണ്. ഫയർഫോഴ്സ് അനുമതി കൊടുത്തിട്ടുണ്ടോ, അത് പരിശോധന നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ബന്ധപ്പെട്ട വകുപ്പുകൾ 3. പിന്നെ പോലീസ് ഞാൻ ഇപ്പോൾ ADGP ശ്രീജിത്ത് ഉൾപ്പെടെ ഇന്നലെ ആ സ്ഥലത്തുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വരുന്ന, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്ന ഒരു ചടങ്ങിൽ അവിടെയുള്ള നിർമ്മിതികൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണോ, ഫിറ്റ്നസ് ഉണ്ടോ, സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ലേ? ഒരുപക്ഷെ ഉമാ തോമസിനോ അവരുടെ ADGP തന്നെയോ അല്ലെങ്കിൽ മന്ത്രി തന്നെയോ ആണ് ഈ അദ്ദേഹത്തിൽ പെട്ടതെങ്കിലോ? അപ്പോൾ പോലീസിന് വീഴ്ചയുണ്ട്, GCD എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വീഴ്ചയുണ്ട്, കൊച്ചി കോർപ്പറേഷൻ വീഴ്ചയുണ്ട്. ഇത്തരം ആളുകളുടെ മേൽനോട്ട വീഴ്ച ഇതിൽ പ്രധാനമായിട്ടുണ്ട്. താങ്കൾ ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ GCDയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ തത്സമയം പങ്കെടുക്കുന്നില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടികൾ നമുക്ക് കേൾക്കാം. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ടത് തത്സമയം അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല എന്നാണ്. ശ്രീ ചന്ദ്രൻപിള്ള, എന്തെല്ലാം വീഴ്ചകളാണ് ഇന്നലെ നടന്ന ആ മെഗാ ഇവന്റിൽ, ആ നൃത്ത പരിപാടിയിൽ സംഭവിച്ചിരിക്കുന്നത്? GCDയെ എന്തെല്ലാം വീഴ്ചകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടുത്തി കിട്ടുന്ന ബൃഹത്തായ ഒരു നൃത്ത പരിപാടി സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. 12,000-ഓളം കുട്ടികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. രാജ്യത്തിന് പുറത്തു നിന്നും കേരളത്തിന് പുറത്തുള്ള മറ്റ് 7ഓളം സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു. ഇങ്ങനൊരു പരിപാടിക്ക് അംഗീകാരം ആവശ്യപ്പെട്ട് അവർ അതോറിറ്റിയിൽ വന്ന് അപേക്ഷ സമർപ്പിച്ചു. അത് ഞങ്ങൾ പരിശോധിക്കുകയും നമ്മളുടെ ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇപ്പോൾ ഫുട്ബോളിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ ടർഫ് രാജ്യത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടർഫാണ്. അതുകൊണ്ട് ടർഫിന് ദോഷം വരുന്ന വിധത്തിൽ പരിപാടികൾ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവരൊരു പുതിയ ടെക്നോളജിയുടെ നിർദ്ദേശം വെച്ചു. ഒരു ട്രാൻസ്പെറൻറ്റ് ടൈല്, സൂര്യപ്രകാശം കടന്നു പോകുന്നത് ഉപയോഗിച്ച് ടർഫിന് ദോഷം വരാത്ത വിധത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിൽ തന്നെ വിവിധ നഗരങ്ങളിലും ചെയ്യുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് അതാലോചിക്കാൻ ഞങ്ങൾ പറഞ്ഞു. അതിന് 10-21 ലക്ഷം രൂപയുടെ ചിലവ് വരും. ടൈൽ കൊണ്ടുവന്ന് ലേ ചെയ്യുക, എന്നിട്ട് അത് കഴിഞ്ഞ് തിരിച്ചെടുക്കുക, അതാണ്. പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾ ടർഫിൽ കയറുന്നില്ല, ടർഫിന് പുറത്തുള്ള പെരിഫറിയിൽ മാത്രം കുട്ടികൾ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിൽ അവരുടെ അപേക്ഷ ഞങ്ങൾ പരിഗണിക്കുകയും
അംഗീകാരം കൊടുക്കുകയും ചെയ്തത്. അംഗീകാരം കൊടുക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട നടപടിക്രമങ്ങളും സുരക്ഷാ ഘടകങ്ങളും വ്യക്തമാക്കുന്ന 4 പേജുകളുടെ കരാർ അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏതെങ്കിലും സംവിധാനങ്ങൾ ആരെങ്കിലുമായി എൻഗേജ് ചെയ്യുമ്പോൾ കരാറുണ്ടാക്കും. അതൊരു സ്ട്രക്ചേർഡ് കരാറാണ്. ആ കരാറിൽ എല്ലാ സുരക്ഷാ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശ്രീ ചന്ദ്രൻപിള്ള, ഇന്നലത്തെ അപകടത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇന്നലത്തെ അപകടത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? ആണല്ലോ, സംഘാടകർ ചെയ്യേണ്ടത് എന്താണെന്ന് ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ട്. പിന്നെ സംശയിക്കേണ്ട കാര്യം എന്താ അതിനകത്തുള്ളത്? അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് ഭാവിയിലേക്ക് ഇതൊരു പാഠമാണ്. അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ ഇന്നലെ 60,000-ലധികം ആളുകളാണ് ഇവിടെ വന്നു പോയത്. നഗരത്തിലെ എല്ലാ ഹോട്ടലുകളും ഫുൾ ബുക്ക്ഡായിരുന്നു. വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്ത് പോയി. വലിയൊരു സാമ്പത്തിക ആക്ടിവിറ്റി വളരെ നന്നായി നടക്കേണ്ട ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നു. അതിൻ്റെ കാരണങ്ങൾക്ക് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നടപടികളല്ലാതെ ഇത്തരം പരിപാടികൾക്കെതിരായ ഒരു ചർച്ച ചെയ്യേണ്ടത് പോകുന്നത് തെറ്റായിരിക്കും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനകത്തൊരു പബ്ലിക് പെർഫോമിംഗ് റൈറ്റ്, അതായത് PPR രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ GCDA സ്ഥലം അനുവദിക്കുന്നു. അതിനകത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നൊരു നിർദ്ദേശം നിങ്ങൾ കരാറിൽ വെക്കുന്നു. പക്ഷെ അപ്പോഴും PPR രജിസ്ട്രേഷൻ വേണമല്ലോ. അത് നടത്തിയിരുന്നോ ഈ സംഘടന? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഏത് പബ്ലിക് പെർഫോമൻസ് നടത്തുകയാണെങ്കിലും ഈ പബ്ലിക് പെർഫോമൻസ് റൈറ്റ് എന്ന് പറയുന്ന PPR രജിസ്ട്രേഷൻ ആവശ്യമല്ലേ? അത് നടത്തിയിരുന്നോ ഈ മൃദംഗ വിഷൻ? ഞങ്ങളെ സംബന്ധിച്ചുണ്ടാക്കുന്ന കരാറാണ് ചെയ്യേണ്ടത്. അത് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പത്രക്കുറിപ്പിനകത്തുണ്ട്. അതൊക്കെ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. GCDA മാത്രമല്ല ഇതിൻ്റെ അവസാനത്തെ അതോറിറ്റി. ഇവിടെ ഒരുപാട് മറ്റ് ഏജൻസികളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, പോലീസുണ്ട്, ഫയർ സർവീസസ് ഉണ്ട്. ശരി ശരി അവരെല്ലാം ഇതിൻ്റെ ശ്രീ സി ആർ നീലകണ്ഠൻ, ഇത് 2 തരത്തിലാണ് ഇപ്പോൾ ഈ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന്, MLAക്ക് അപകടം പറ്റിയതിനെ തുടർന്ന് ഇതിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത, ഇതിലെ തട്ടിക്കൂട്ട് പരിപാടികൾ, നിയമലംഘനങ്ങൾ, ഇത് ഇത്രയധികം ആളുകളെ വിളിച്ചു വരുത്തുമ്പോൾ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ നടത്തപ്പെട്ട ഒരു മെഗാ ഇവന്റ്, അതിന് പിന്നിലുള്ള ദുഷ്ടശക്തികളുടെ നീക്കങ്ങൾ, ഇങ്ങനൊരു ഭാഗമുണ്ട്. രണ്ടാമത്, ഈ ഇവന്റിൽ പങ്കെടുത്ത കുട്ടികളുടെ മാതാപിതാക്കൾ സംശയിക്കുന്നത് പോലെ വലിയൊരു സാമ്പത്തിക തിരിമറി ഇതിന് പിന്നിൽ. അതായത് 3500 രൂപയാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും, അത് ഗിന്നസ് റെക്കോർഡ് കിട്ടുമ്പോൾ അതിൽ പങ്കെടുത്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ 3500 രൂപ എന്ന് വെച്ചാൽ ഏതാണ്ട് 4-5 കോടി രൂപയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് 12,000 ഇവന്റുകൾക്ക് ആ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ വന്ന് ഇരിക്കുന്നതിന്, അതായത് ഇതേ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾ പെർഫോം ചെയ്യുന്നത് കാണാൻ ഒരാൾക്ക് സീറ്റിന് 150 രൂപ അഡീഷണൽ ഫീ ആണ്. ഒരു കുപ്പി വെള്ളം പോലും അവിടെ കുട്ടികൾക്ക് കൊടുത്തില്ല. വോളണ്ടിയറിങ്ങിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടായില്ല. ഇന്നലെ മറഞ്ഞു വീണ ശ്രീമതി ഉമാ തോമസ് അവർ പിടിച്ച ആ റിബൺ ബാരിക്കേഡാണ് സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ കെട്ടിയിരുന്നത്. ഏതാണ്ട് 10-12 അടി ഉയരത്തിലുള്ള ഒരു സ്റ്റേജ്, അതും 2 കമ്പിയുടെ പുറത്ത് കുറച്ച് പലകകൾ മാത്രം ഇട്ടിട്ടുള്ള ഒരു സ്റ്റേജ്. അപ്പോൾ ഈ വലിയ തട്ടിപ്പിന് ശ്രീ ടോണി ചമ്മണി ചർച്ചയിൽ പറയുന്നു പ്രാഥമികമായ ഉത്തരവാദികൾ GCDA ആണ്, രണ്ടാമത് കോർപ്പറേഷനാണ്, മൂന്നാമത് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങളുടെ വീഴ്ചയാണ്. താങ്കൾ ആരെയാണ് ഇതിലെ കുറ്റക്കാരായി കണ്ടെത്തുക? ഇവിടെ കേരളത്തിൽ എന്ത് തട്ടിപ്പ് മാർക്കും നടത്താം. ഏത് തരത്തിലും കാശുണ്ടാക്കിയാൽ മതി. അതിൻ്റെ കമ്മീഷൻ വേണ്ടവർക്ക് കൊടുത്താൽ മതി. നിങ്ങൾ ഒരു കാലത്തും ശിക്ഷിക്കപ്പെടില്ല. മോൺസൺ മാവുങ്കൽ മുതൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാ. എന്താ സംഭവിക്കുന്നത് കേരളത്തിൽ? ഇത് ഇത്രയും വലിയൊരു ഇവൻ്റ് ഇവിടെ നടക്കുമ്പോൾ ഗോപീഷ്ണൻ, ഞങ്ങളൊരു ചെറിയ ജാഥ നടത്താൻ നാളെ തീരുമാനിച്ചാൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്ന് രാവിലെ വിളിക്കും. നിങ്ങൾ എത്ര പേരുണ്ടാവും, ആണുങ്ങൾ എത്ര ഉണ്ടാവും, പെണ്ണുങ്ങൾ എത്ര ഉണ്ടാവും, റോഡിൻ്റെ ഇടതുവശത്തോ നടക്കുക വലതുവശത്തോ നടക്കുക, ആരാ ഉദ്ഘാടനത്തിന് വരുന്നത്, ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും സ്വീകരിക്കുന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഇവിടെയുണ്ട്. 12,000 കുട്ടികളും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 60,000 ആളുകൾ എന്നാണ് ചന്ദ്രൻപിള്ള പറഞ്ഞത്. 60,000 ആളുകൾ വരുന്ന ഒരു പരിപാടിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? ആരാ വരുന്നത്, എവിടെന്നാ വരുന്നത്, അവിടെ നിന്ന് തുടങ്ങണം പ്രശ്നം. ഇത്ര ആളുകൾ ഈ നഗരത്തിൽ വരുമ്പോൾ എന്താണ് ഈ നഗരത്തിൽ സംഭവിക്കാൻ പോണത്? അതിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ട്രാഫിക് മുതൽ നമുക്ക് തുടങ്ങാം. ഒരു ജാഥ നടക്കുകയാണെങ്കിൽ, സാധാരണ പാർട്ടികൾ ജാഥ നടക്കുകയാണെങ്കിൽ അവർ മുൻകൂർ അറിയിപ്പ് കൊടുക്കും. അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, ഇടത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണം, പാലാരിവട്ടത്ത് നിന്ന് കിഴക്കോട്ട് പോകണം, അല്ലെങ്കിൽ കലൂരിൽ നിന്ന് ഇടത്തോട്ട് പോകണം എന്നൊക്കെ പറയും. ഇത് അതുവല്ലതും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല.
അവിടെ നിന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ പ്രശ്നം. 2, ഇങ്ങനെ ആർക്കും ഈ രാജ്യത്ത് പൈസ പിരിക്കാം. പൈസ പിരിച്ചാൽ ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ അവർ നൃത്താധ്യാപകം വഴിയോ ആര് വഴിയും പൈസ പിരിക്കാം. ഈ പൈസ ഇപ്പോൾ 5 കോടി രൂപ അതിന് ചില വരുമാനം അതിൽ കൂടുതൽ ഉണ്ടായെന്നാണ് ഞാനും കണക്കാക്കുന്നത്. ഏതാണ്ട് 5 കോടി രൂപ ഒരാൾക്ക് ഈ രാജ്യത്ത് ആളുകളുടെ നിന്ന് പിരിക്കാൻ, ഇത്ര ആളുകളുടെ നിന്ന് പിരിച്ചിട്ട് ഇവിടെ ഒരു സംവിധാനം അറിഞ്ഞില്ല. ഒരു സംവിധാനവും, നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു സംവിധാനം അറിഞ്ഞില്ല. ഇനി നാളെ തട്ടിപ്പിൻ്റെ ഇരയായിട്ട് പോയി ആളുകൾ പറയും, ഇപ്പോൾ പാവപ്പെട്ട അമ്മ അവിടെ ഇരുന്നത് അതിനെ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല എന്നൊക്കെ ഇന്ന് റിപ്പോർട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം, ഇപ്പോൾ JCDയുടെ ചെയർമാൻ പറഞ്ഞൊരു കാര്യം, ശ്രീ ടോണി ചമ്മണി പൂരിപ്പിച്ചൊരു കാര്യം, നിങ്ങളൊരു എൻ്റെ സ്ഥലത്ത് ഞാൻ ഒരു പരിപാടിക്ക് അനുമതി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇന്ന ആളുകളുടെ അനുമതി എടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിർമ്മാണത്തിന് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കണം അനുമതി ഉണ്ടോ ചേട്ടാ കയ്യിൽ നിന്ന്. അല്ലാണ്ട് അനുമതി എടുക്കണമെന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ പോയാൽ മതിയോ? നിങ്ങൾക്ക് അങ്ങനെ പോരല്ലോ. നിങ്ങളൊരു കെട്ടിട നിർമ്മാണത്തിൽ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഇപ്പോൾ നമ്മൾ കോർപ്പറേഷനിൽ പോയിട്ട് അറിയാലോ, ഒരു കാർ പാർക്ക് ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം കോർപ്പറേഷനിൽ ഇറങ്ങി നടന്നാലാണ് ഒരു ടെമ്പററി കാർ പാർക്ക് ഉണ്ടാക്കാൻ പറ്റുക? നമുക്ക് എത്ര ചിലപ്പോൾ കാശും കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും വലിയൊരു നിർമ്മാണം നടന്നിട്ട് കോർപ്പറേഷൻ അറിഞ്ഞതേയില്ല. അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഇവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഡ്രോയിങ് കോർപ്പറേഷൻ്റെ കയ്യിലുണ്ടോ? ആ ഡ്രോയിങ് അങ്ങനെ ഉണ്ടെങ്കിൽ കോർപ്പറേഷനിലും അത്യാവശ്യം, ഞാനൊരു എഞ്ചിനീയറാണ്, അത്യാവശ്യം ഒരു ഡോക്യുമെൻ്റ് ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ കോർപ്പറേഷൻ ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കണേ. ഇത്രയും ഉയരത്തിൽ നിങ്ങളൊരു സ്റ്റേജ് കെട്ടുമ്പോൾ അതിന് എന്ത് സംവിധാനമാണ് ഉണ്ടാവുക? 4മത്തെ ഫയർ ആൻഡ് സേഫ്റ്റി. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ജോലി എന്താ? ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടെ അപകടമുണ്ടോ, സേഫ്റ്റി എന്നും കൂടി ഉണ്ട്. ഫയർ വന്നാൽ ഓടി ചെന്ന് കിടത്തലല്ല, സേഫ്റ്റി കൂടിയുണ്ട്. അതിൽ സേഫ്റ്റിയുടെ ഉത്തരവാദിത്വം എന്താ? നിങ്ങളൊരു നിർമ്മാണം നടത്തുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തുന്നു, അവർ നോക്കുന്നു, ഇവിടെ ആളുകൾ താഴേക്ക് വീഴുമോ, ഇതിന് ഉറപ്പുണ്ടോ, ഈ കാല് നിൽക്കുമോ, ഇതിൽ ആൾ കയറിയ കോണി ഇളകുമോ? മാത്രമല്ല വളരെ VIP കയറണേ, മന്ത്രി, MLA, DGP അങ്ങനെയുള്ള ആളുകൾ അതിൻ്റെ മുകളിൽ കയറണേ. അങ്ങനെയുള്ള ആളുകൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള സേഫ്റ്റി ഉണ്ടോ? ആര് കയറി വീണാലും മോശം തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ MLA വീണത് കൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യണേ. നമുക്കൊക്കെ പ്രിയപ്പെട്ടൊരു MLA ആണ്, അവരുടെ ജീവൻ വളരെ പ്രധാനമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവർ തിരിച്ചു വരട്ടെ എന്ന് വളരെ ഉള്ളൊഴുകി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തിൽ വിശ്വാസം ഉണ്ടോന്നല്ല, പ്രാർത്ഥനയുണ്ട് എന്തായാലും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് വേറെ 4 ആളെ വീണെങ്കിലോ, നേരത്തെ ആരോ ചോദിച്ചമാതിരി മന്ത്രിയാണ് വീണെങ്കിലോ, അല്ലെങ്കിൽ DGP ആണ് വീണെങ്കിലോ, ശ്രീജിത്താണ് വീണെങ്കിലോ, അപ്പോൾ ആര് വീണാലും ഒരേ ഫലം തന്നെയാണ്. അപ്പോൾ പ്രശ്നം എന്താ? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ, കോർപ്പറേഷൻകാർ, GCD ഇതെല്ലാം ചെയ്തോ? എൻ്റെ വളപ്പിലാണ് ചെയ്യുന്നത്, എൻ്റെ പ്രോപ്പർട്ടിയിൽ ആണ് ഇവർ ചെയ്യുന്നത്. എൻ്റെ പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ എൻ്റെ എഞ്ചിനീയർ നോക്കണ്ടേ? നിൽക്കാനുള്ള എഞ്ചിനീയർ. അത് നേരത്തെ ജമണി പറഞ്ഞ പോലെ അവർ നോക്കിയോ? കോർപ്പറേഷൻ നോക്കിയോ? ആരും നോക്കിയില്ല. ഒരു കാര്യം കൂടി, ഇങ്ങനെ നോക്കിയില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ പറയാൻ പോണെന്ന് അറിയോ, സമഗ്രമായ അന്വേഷണം നടക്കും. ഒരു മാങ്ങാത്തൊലി നടക്കില്ല. എന്താ കാര്യം എന്നറിയോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗോവിഷ്ണ ഓർമ്മയുണ്ടാവും, ക്യൂസാരിൽ 5 കുട്ടികൾ മരിച്ചത്. അതിൻ്റെ അന്വേഷണം എവിടെയെന്ന് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല. ഞാൻ RTI വെച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ആകെ ഞാൻ അറിഞ്ഞത് ഒരു പ്രിൻസിപ്പലിനെ അയാളെ പ്രൊഫസറാക്കി തരം താഴ്ത്തി. അതാണോ? എൻ്റെ സുഹൃത്താ പ്രിൻസിപ്പൽ, ഒരു ബീഹാറുകാരനാണ്. അദ്ദേഹത്തിനെ പ്രൊഫസറാക്കി തരം താഴ്ത്തി. അതാണ് 5 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മളെടുത്ത നടപടി. പിന്നെ ആരോടൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, ഒരു സെക്യൂരിറ്റിക്കാരനോട് അങ്ങോട്ട് ചോദിച്ചു, ഇങ്ങോട്ട് ചോദിച്ചു, അവരൊക്കെ തിരിച്ച് ജോലിക്ക് കയറി. ഞാൻ പറഞ്ഞത് ഒരു ശിക്ഷയും കിട്ടില്ല, തട്ടിപ്പുകാർക്കും കിട്ടില്ല, ഈ സുരക്ഷാ വീഴ്ച വരുത്തിയവർക്കും കിട്ടില്ല. ഇപ്പം നമുക്ക് വേണ്ടി വാദിക്കാം അതൊക്കെ നടക്കുമെന്ന്. ബഹുമാനപ്പെട്ട MLAയുടെ ചികിത്സ നന്നായി നടക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. അത്രയെങ്കിലും നടക്കുമല്ലോ, അതെങ്കിലും നടക്കട്ടെ. മറ്റൊരു പ്രതീക്ഷ എനിക്കില്ല, ഒരു പ്രതീക്ഷയും. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ കാണേണ്ടവരെ കണ്ടിട്ട് തന്നെ അത് ചെയ്തിട്ടുള്ളത്. ഫയർഫോഴ്സുകാരെ കാണാതെ ഫയർഫോഴ്സുകാർക്ക് ലെറ്റർ കൊടുക്കില്ല. കോർപ്പറേഷൻകാരെ കാണുക എന്ന് ഞാൻ പറഞ്ഞ അർത്ഥം ഗോവിഷ്ണ മനസ്സിലേക്ക് കാണുമല്ലോ. വേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. GCDക്കാരെ കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആളുകളെയും കണ്ടിട്ടുണ്ട്. കാരണം ഇത് വലിയ കൊയ്ത്താണ്, വലിയൊരു ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് കിട്ടണം. ഇനിയിപ്പോൾ നാളെ ഇന്നൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇത് ഗിന്നസ് ബുക്ക് കിട്ടിയെങ്കിൽ ഇന്ന് ആ വിഷയമായിരിക്കും ചിലപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുക. ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ദിവ്യ ഉണ്ണിയുടെ നൃത്തം. ഈ ദിവ്യ ഉണ്ണിക്ക് ഇതിൽ എന്താ മാത്രമല്ല CR ഇതിനകത്ത് ഇപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുമെന്ന് പറയുമ്പോൾ സംഘാടകർ കൊടുത്തിരിക്കുന്ന ഉറപ്പ് തമിഴ്നാടിനാണ് ഇപ്പോൾ ആ ഗിന്നസ് റെക്കോർഡ് ഉള്ളത്. അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി കേരളം നടത്തുന്ന ശ്രമമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ രക്ഷിതാക്കളൊക്കെ കരുതിയത് ഇത് സർക്കാരിന്റെ കൂടി പിന്തുണ, കാരണം മന്ത്രി വരുന്നു, സർക്കാരിന്റെ കൂടെ പിന്തുണയോടുകൂടി നടത്തുന്ന ഒരു മെഗാ ഇവന്റ് ആണെന്നാണ്. അപ്പോൾ ഇതിൽ അടിമുടി ഇതിനകത്ത് തട്ടിപ്പിന്റെ ലെയറുകളാണ് ഓരോന്നോരോന്നായി. പിന്നെ അവിടെ ഉണ്ട് ഗോപീഷ്ണൻ, എങ്ങനെയാണ് MLAയും മന്ത്രിയും ഒക്കെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പോകുന്നത്, പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നത്?
ഞാനതാ മോൺസൺ മാവുങ്കലിന്റെ കാര്യം പറഞ്ഞു. ഒരു DGPയും ADGPയും കാവലിരുന്നതാ മോൺസൺ മാവുങ്കലിന്. ഒരു ADGPയും DGPയും കേരളത്തിൽ കാവലിരുന്നു. എന്നിട്ട് ആകെ ശിക്ഷിക്കപ്പെട്ടത് ഒരു CIO, ഒരു DYSP, അതെന്തോ സ്ഥലമാറ്റം മാത്രം. നമ്മൾ വല്ലതും കണ്ടോ? എത്ര കോടികൾ പറ്റിച്ചിട്ടുണ്ട്, എത്ര ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഒരു ശിക്ഷയും കിട്ടൂല, ഒരു നടപടി ഉണ്ടാവില്ല. കാരണം ഇവർക്കൊക്കെ അറിയാം. ഇപ്പം DGPക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ADGPക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, മന്ത്രിക്ക് അറിയോ അല്ലെങ്കിൽ MLAക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരു സംഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതാരൊക്കെയെന്ന് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. പോലീസ് കാണില്ല. എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുകിട്ടേ ഞങ്ങളോട് പറഞ്ഞാൽ കൊള്ളാം. വേറെ ഒരു പ്രതീക്ഷ എനിക്കില്ല. അഡ്വക്കേറ്റ് അസ്കർ, ഇപ്പോൾ ഇന്നലെ ശ്രീമതി ഉമാ തോമസ് ഇങ്ങനെ വീണൊരു അപകടം പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിൽ ഒരുപക്ഷെ നാളെ പത്രങ്ങളിൽ ഫോട്ടോ അച്ചടിച്ച് വരികയും ഞങ്ങൾ തന്നെ ഇപ്പോൾ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അതിൻ്റെ റിപ്പോർട്ടുകൾ വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു അന്വേഷണവും നടക്കില്ല. വളരെ സൗകര്യത്തോടുകൂടി ഇതൊക്കെ ഇനിയും ആവർത്തിക്കപ്പെടാവുന്ന തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. CR ചോദിച്ചെടുത്താണ് എനിക്ക് താങ്കളോടുള്ള ചോദ്യം വരുന്നത്. അതായത് ഒരു സാധാരണ ഇപ്പം ഞങ്ങളൊരു പുറത്തുനിന്ന് ഒരു ചർച്ച നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു സമരം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രകടനം നടക്കുകയാണ്, സ്പെഷ്യൽ ബ്രാഞ്ച് വരും, എല്ലാ വിവരങ്ങളും എടുക്കും. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, എന്താണ് എന്നത് സംബന്ധിച്ച ഒരു വിവരവും അധികൃതരുടെ കൈവശം എത്തിയില്ലേ? മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ഷൻ എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിലൊരു വിവരശേഖരണം നടന്നിട്ടില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? GCD ആയാലും കോർപ്പറേഷൻ ആയാലും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങളാണെങ്കിലും അവരുടെ കൺവെട്ടത്താണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ യഥേഷ്ടം നടക്കുന്നു? ഗോപീഷ്, മലയാളിയുടെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് മാത്രം നാം ചർച്ച ചെയ്യുകയും എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു തരത്തിലും ചർച്ച ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ അഭാവം ഈ മെഗാ ഈവൻസുകളെ സംബന്ധിച്ച് കേരളത്തിലില്ല. PPR ലൈസൻസിംഗ് ഒക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു സാങ്കേതികത്വം മാത്രം നിലനിൽക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതിനുശേഷം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. നമുക്ക് വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വെടിക്കെട്ട് നടത്തുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അല്ലെങ്കിൽ ഏത് ഭരണകൂടം എല്ലാ കാലത്തും അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനും മറ്റ് പൂരങ്ങൾക്കും ഒക്കെ തന്നെ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വളരെ കൃത്യമായി ഒരുമിച്ചിരുന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആ ഈവൻറ്റിലേക്ക് പോകാറുള്ളത്. പക്ഷേ ഇത്തരം മെഗാ ഈവൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകുന്നില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ കാഴ്ചയാണുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ശ്രീമതി ഉമാ തോമസിന് ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ ഗിന്നസ് ബുക്കിനെ കുറിച്ചും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കുറിച്ചും മാത്രം നാം ചർച്ച ചെയ്യും. കൃത്യമായി ഇതിൽ ഇൻ്റലിജൻസ് സോഴ്സിംഗ് ഒക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഇതിൻ്റെ വിവരങ്ങൾ, കാര്യം മന്ത്രിയും MLAയും ADGPയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ഈവൻ്റ് ആയതുകൊണ്ട് നിശ്ചയമായും പോലീസിന് ഇതിനെ സംബന്ധിച്ച് വിവരങ്ങളൊക്കെ ലഭിക്കും. മാത്രമല്ല ഉദ്ദേശം 5-6 ലക്ഷം ആളുകൾ ഒത്തുകൂടുന്ന ഒരു വലിയ ചടങ്ങ്, വലിയ ഈവൻ്റ് ആയതുകൊണ്ട് നിശ്ചയമായും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ മുന്നൊരുക്കങ്ങളും ഒക്കെ പോലീസ് നടത്തിയിട്ടുണ്ടാവും. സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ വിലയിരുത്തപ്പെടേണ്ടതല്ലേ അഡ്വക്കേറ്റ് അസ്കർ? അങ്ങനെ ഒരു അന്വേഷണവും പരിശോധനയും നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കാൻ പറ്റുക? അല്ല, പലപ്പോഴും നമുക്ക് അങ്ങനെ പരിശോധനകൾ നടത്താറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പലപ്പോഴും സ്റ്റേജുകളൊക്കെ നിർമ്മിച്ച് പരിപാടികൾ നടത്തുമ്പോൾ പോലും ആ സ്റ്റേജുകളൊക്കെ ഇടിഞ്ഞു വീണ് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് നാം കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ പോലീസ് വന്ന് കൃത്യമായി അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായി അതിൽ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരതൊക്കെ കണ്ണടച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു തുറന്ന് കുറ്റസമ്മതമായി തന്നെ കരുതണം. കാരണം അത്തരത്തിൽ അവർക്ക് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ താങ്കളോട് എന്തോ ഒന്ന് പറഞ്ഞു ശ്രീ ടോണി ചമ്മണി. എന്താണ് താങ്കൾ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ വസ്തുതാവിരുദ്ധമാണ്. അത് എൻ്റെ ഒരു ടേൺ വരുമ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കാം. ശരി 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 അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞോളൂ. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ചടങ്ങുകൾ നടക്കുമ്പോൾ ആ ചടങ്ങുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ
കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിരുന്നു. ഒരുപക്ഷെ ഈ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടല്ലല്ലോ ഇത്തരം ഇടപെടലുകൾ വരുത്തേണ്ടത്. ഇതിന് കൃത്യമായി സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇക്കാര്യത്തിൽ ഈവൻറ്റുകളെ സംബന്ധിച്ച് ഉണ്ടാക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അനിവാര്യതയിലേക്ക് കൂടിയാണ് ഈ ദുരന്തം നമ്മെ എത്തിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ മാത്രം നമുക്കിപ്പോൾ പഴി പറയുന്ന സാഹചര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മൃദംഗാവിഷനെ അത് സംഘാടനത്തെ സംബന്ധിച്ചോ അതിൽ ഇത്തരമൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരമൊരു വലിയ പദ്ധതി ആവിഷ്കരിക്കുന്നതിനുള്ള അവരുടെ ഭാവനയെ നമുക്കങ്ങനെ വിമർശിക്കാനാവില്ല. മാത്രമല്ല ഇപ്പോൾ അത് ആ ഈവൻറ്റ് നടപ്പിലാക്കാൻ വന്ന ഓസ്കാർ ഈവൻറ്റ്സ് അവരെ നമുക്ക് ഈവൻറ്റ് നടത്തിപ്പിലെ എന്തെങ്കിലും പാളിച്ചകൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അതുകൊണ്ട് ഈവൻറ്റിൻ്റെ നടത്തിപ്പുകാരെന്ന നിലയിൽ ഓസ്കാർ ഈവൻറ്റ്സിനെ നമുക്ക് കുറ്റം പറയാനാവില്ല. കാരണം അത് മറ്റൊരു തരത്തിൽ അല്ല അതിനെ കാണേണ്ടത്. കാരണം ഇത്തരം ഈവൻറ്റുകൾ കേരളത്തിൽ സാംസ്കാരിക പ്രവൃത്തികൾ ഇടപെടലുകൾ കേരളത്തിൽ ഉണ്ടാവുക തന്നെ വേണം, ഒരു സംശയമില്ല. അപ്പോൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ കഴിയും? ആ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി നാം ചിന്തിക്കേണ്ടത്. ആ ചിന്തകൾ എത്തേണ്ടത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആവരുത് എന്നുള്ളതാണ്. മറിച്ച് കൂട്ടായി ഒരു പരിശ്രമം, എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എങ്ങനെ ഇനി തുടർന്ന് ഇത്തരം ദുരന്തങ്ങളുണ്ട്. കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ പരിപാടിയുടെ സംഘാടകൻ കൃഷ്ണകുമാർ, അതായത് ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ആൾ, അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഈ കൃത്യമായിട്ട് എല്ലാവരുടെ അടുത്തു നിന്നും ഈ പെർമിഷൻസ് എടുക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ട ആൾ ആരാണ്? അദ്ദേഹമാണ് നടത്തിപ്പുകാരൻ, അദ്ദേഹമാണ് അത് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ചെയ്തിട്ടില്ല. അല്ല, ഈ പെർമിഷൻസുകൾ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ആ പെർമിഷൻസിനെ കുറിച്ചും അതിലേതെങ്കിലും ജാഗ്രത കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഏതെങ്കിലും പെർമിഷനുകൾ പരിശോധനയ്ക്ക് വിധേയമാകാതെ നൽകിയിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയം. അതായത് സ്റ്റേഡിയം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അനുമതിയാണ് GCDA നൽകിയത് ഹസ്കർ സാർ. സ്റ്റേജ് ഉൾപ്പെടെയുള്ള, അതായത് സ്റ്റേഡിയം ഉപയോഗിക്കാൻ സ്റ്റേജ് ഉൾപ്പെടെയുള്ള അധിക നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അവർ അനുമതി വാങ്ങിയിരുന്നില്ല. ഇനി സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഉണ്ടായിരുന്നോ? പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നോ? അതായത് ഇത് ഈ മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയോ? ഒരു ലെയർ ഓഫ് സീറ്റ്സ് ഇടാവുന്ന സ്ഥലത്ത് 3 ലെയർ ഇട്ടത് എങ്ങനെ? ഈ ചോദ്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടണം. അല്ല, നിശ്ചയമായി അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് സുരക്ഷാ വീഴ്ച ഉണ്ടായത് താങ്കൾ കണ്ടെത്തിയില്ല എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ അല്ലല്ല, അത് സുരക്ഷാ വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു അപകടത്തിലേക്ക് ചെന്നെത്തപ്പെട്ടിട്ടുള്ളത്. സംശയമില്ലല്ലോ കാര്യത്തിൽ. ഒരുപക്ഷെ അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ചെന്നെത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ സുരക്ഷാ വീഴ്ച കൊണ്ട് തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. സുരക്ഷാ വീഴ്ച ഇല്ലെന്നൊന്നും ആർക്കും അങ്ങനെ കണ്ണുമടച്ച് പറയാനൊന്നുമില്ല. സുരക്ഷാ വീഴ്ചയുണ്ട്. അതിൽ ഏതൊക്കെ അധികാരികൾ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉത്തരവാദിത്തമാണ് ഈ സ്റ്റേജിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചും ദുരന്തം ഉണ്ടാവാതിരിക്കുക എങ്ങനെ മാർഗനിർദ്ദേശം നൽകേണ്ട ഉത്തരവാദിത്തം. എന്നാലേ അവർക്ക് NOC കൊടുക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല കൊച്ചിൻ കോർപ്പറേഷൻ താങ്കളുടെ അറിവിലേക്ക് വേണ്ടി ഇതിനകത്ത് ഈ ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കുന്ന പിഴവുകൾ മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയും ആവശ്യമായി വരുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു ചലച്ചിത്ര താരത്തിന്റെ പേര് പറഞ്ഞിരുന്നു, താങ്കൾക്കറിയാമല്ലോ, ദിവ്യ ഉണ്ണിയുടെ പേര് പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓസ്കർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് ചില ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അവർ പറഞ്ഞത് ഓരോ നൃത്ത അധ്യാപികമാർക്കും ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നു. അതായത് ആദ്യം 25 കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് ഈ ഓസ്കർ ക്ഷമിക്കണം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതായത് ഇത് ഈ ഇവന്റിൽ പങ്കെടുത്തതിന്റെ ഗിന്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. 50 പേരെ കൊണ്ടുവരുന്നവർക്ക് ഗിന്നസ് സർട്ടിഫിക്കറ്റും പിന്നെ ഒരു ട്രോഫിയും കൊടുക്കുന്നു. 100 കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് അതിൻ്റെ കൂടി ഒരു സ്വർണ്ണ നാണയവും കൊടുക്കുന്നു. ഇതൊരു ക്യാൻവാസിംഗ് ആണ്. ഈ ക്യാൻവാസിങ്ങിലാണ് 3500 രൂപ ഫിക്സ് ചെയ്തിട്ട് കുട്ടികളിൽ നിന്ന് പിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ താങ്കളുടെ അറിവിലേക്ക് പറയാം. ചില നൃത്ത അധ്യാപികമാർ 3500 എന്നത് കുറച്ചുകൂടി കടത്തി 6000-8000 രൂപ വരെ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുത്ത് ഇതൊരു വലിയ ഇവന്റാണ്.
മാതാപിതാക്കൾ വിചാരിക്കും അവരുടെ കുട്ടികൾക്ക് കിട്ടുന്ന വലിയ എക്സ്പോഷറാണ്. അവരുടെ വീട്ടിൽ തൂക്കി വെക്കാൻ വേണ്ടി ഒരു ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അവർ 8,000 രൂപ മുടക്കി കുട്ടികളെ വിട്ട രക്ഷിതാക്കളുണ്ട്. ഒരു ഒറ്റ മിനിറ്റ് ഞാൻ വരാം. അതിലൊരു രക്ഷിതാവ് നമ്മളോടൊപ്പം ഉണ്ടല്ലോ, ശ്രീമതി ബിജി. ശ്രീമതി ബിജി, ഈ താങ്കൾ പറഞ്ഞു 8 മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം ചിട്ടപ്പെടുത്തി നൽകി അത് പരിശീലിക്കാനാണ് കുട്ടികളോട് പറഞ്ഞിരുന്നത്. ഈ ചിട്ടപ്പെടുത്തിയ നൃത്തത്തിൽ ദിവ്യ ഉണ്ണി ഉണ്ടായിരുന്നു. ദിവ്യ ഉണ്ണിയുടെ പേര് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? എൻ്റെ അതൊന്നുകൂടെ വ്യക്തമാക്കണം. ദിവ്യ ഉണ്ണിയുടെ ഒരു അപ്പിയറൻസ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ആദ്യം ഇവരെ പഠിപ്പിച്ചത് വേറെ ആരോ ചിട്ടപ്പെടുത്തിയതായിരുന്നു ഇവർക്ക് വന്നിരുന്ന വീഡിയോ. അത് കഴിഞ്ഞാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തിക്കൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി വീഡിയോ പിന്നീട് വന്നാണ് ദിവ്യ ഉണ്ണിയുടെ എൻട്രി വരുന്നത്. പിന്നീട് ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് സംശയത്തിന് ഇടവരുന്ന രീതിയിൽ ഒന്നും തന്നെ ഇതിനകത്ത് വരാതിരിക്കാനുള്ള കാര്യം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാവരുടെയും കയ്യിലുള്ളതാണല്ലോ. ദിവ്യ ഉണ്ണി ഇന്നലെ ഈ കുട്ടികൾ ധരിച്ചിരുന്ന അതേ കോസ്റ്റ്യൂമിൽ എയർപോർട്ടിൽ വന്നിറങ്ങുകയും എയർപോർട്ടിൽ നിന്ന് അവർ ഈ പരിപാടിക്ക് ഞാൻ വന്നതാണ്, കേരളം ഗിന്നസ് റെക്കോർഡിനായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുകയാണ്, നമ്മൾ ഇത്രയും ഭരതനാട്യം നർത്തകരെ നിരത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തുകയാണെന്നൊക്കെയുള്ള വീഡിയോസ് വ്യാപകമായി എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു. പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് തരും. അതായത് പലതരത്തിലുള്ളതായിരുന്നല്ലോ. അതായത് ഇതിൽ പങ്കെടുത്തവർക്ക് ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെയാണോ പറഞ്ഞിരുന്നത്? അത് ഇന്നലെയാണ് മോള് പറഞ്ഞത്. നമുക്കിത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റുകളുണ്ട്, അതുപോലെ അധ്യാപകർക്ക് ഗോൾഡ് കോയിനും ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന അധ്യാപകർക്ക് ഗോൾഡ് കോയിനും ഉണ്ടെന്നും ഒക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങളുടെ നൃത്താധ്യാപികയ്ക്ക് ഗോൾഡ് കോയിനൊന്നും കിട്ടിയിട്ടില്ല. അവരതിൽ ആകൃഷ്ടയായിട്ടുമില്ല. അവർക്കും ഇപ്പോൾ ഉള്ള ഒരു ആശങ്ക, നമ്മളോട് എന്തിനാണ് ഇവർ ഈ 3,500 രൂപ മേടിച്ചത്, അതെന്തായാലും എനിക്കും ഒന്ന് അറിയണം എന്നുള്ള. ഏതായാലും മൃദംഗ വിഷൻ CEO അറസ്റ്റിലായിട്ടുണ്ട് ഈ കേസിൽ, ഈ തട്ടിപ്പ് കേസിൽ. അഡ്വക്കേറ്റ് അസ്കർ, താങ്കൾ കാണുന്നുണ്ടല്ലോ, നഗരത്തിലെ ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാഡം, ഇതിലൊരു തട്ടിപ്പ് നടന്നു എന്നൊരു രക്ഷിതാവ് എന്ന നിലയിൽ താങ്കൾ സംശയിക്കാൻ കാരണം എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ കേരളത്തിനാണ് ഒരു റെക്കോർഡ് കിട്ടുന്നതെന്ന് ധരിച്ചോളൂ. നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പരിപാടിയായിരുന്നു ഇന്നലെ അവിടെ നടന്നിരുന്നതെങ്കിൽ ആ ഗിന്നസ് റെക്കോർഡ് സ്വാഭാവികമായിട്ടും ഉമ്മച്ചേച്ചിയുടെ പരിക്ക് കൊണ്ടാണ് നമ്മൾ ആ TV-യുടെ മുന്നിൽ അത്രയും നേരം സ്പെൻഡ് ചെയ്തത്. ഏതാണ് അതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലും ആശങ്കയിലും. അപ്പോൾ കാണിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ വേദിയെല്ലാം കാണിക്കുന്നുണ്ട്, മൃദംഗ വിഷൻ എഴുതി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ നമുക്ക് ഷെയർ ചെയ്ത ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ഈ ഡാൻസ് സ്കൂളുകൾ. അതിൽ കൃത്യമായിട്ട് മൃദംഗ വിഷൻ എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഈ ഗിന്നസ് റെക്കോർഡ് ഇവർ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഉയർത്തി കാണിക്കുമ്പോൾ അതിൽ വ്യക്തികളുടെ പേരുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഓക്കെ, ഈ പറയുന്ന ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ മൃദംഗ വിഷനാണ് ലഭിച്ചിരിക്കുന്നത്, കേരളത്തിനല്ല. മൃദംഗ വിഷനും അതിൽ പരാമർശിച്ചിരിക്കുന്ന ചില പേരുകൾ ഉണ്ടായിരുന്നു, അവർക്കുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു മാഗസിനും അവർ പ്രകാശനം ചെയ്യുന്നത് കണ്ടു. അതോടുകൂടിയാണ് ഇതൊരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഇവന്റ് ആയിട്ട് നടത്തുന്നതാണോ, അപ്പൊ അതിന്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും ഇത്രയും പണപ്പിരിവ് എങ്ങനെ വരുന്നു, എന്തുകൊണ്ടാണ് ആ പണപ്പിരിവിനൊന്നും നമുക്കൊരു റെസിപ്റ്റ് കിട്ടാതെ വന്നത് എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ട് വരും. ഞാനിതാ വരുന്നു. ഇപ്പോൾ മൃദംഗ വിഷൻ CEO അറസ്റ്റിലായിട്ടുണ്ട്. നഗരത്തിലെ ഹോട്ടലിൽ വെച്ചാണ് CEO അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, പറയൂ, എവിടെ വെച്ചാണ് മൃദംഗ വിഷൻ CEO അറസ്റ്റിലായത്? എന്തൊക്കെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ നഗരത്തിലെ ഹോട്ടലിൽ സ്യൂട്ട് റൂം എടുത്ത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ മൃദംഗ വിഷന്റെ CEOയെ അന്വേഷിച്ച പോലീസ് സംഘം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രതി സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഈ ജാമ്യ ഹർജി പോലും പരിഗണിക്കാതെയാണ് പോലീസ് പ്രതിയെ കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അല്പസമയത്തിനകം പ്രതിയെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും, തുടർന്ന് ചോദ്യം ചെയ്യും. രാത്രിയിൽ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ വെറുതെ വിടേണ്ട, കോടതിയുടെ ജാമ്യത്തിനായി കാത്തു നിൽക്കാൻ അവസരം നൽകേണ്ട എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതോടെയാണ് നിഘോഷ് കുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശരി, ശ്രീമതി ബിജു മാഡം, ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടേണ്ടത്? താങ്കൾ വഞ്ചിക്കപ്പെട്ട ഒരു രക്ഷിതാവായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഇവന്റിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്? നമ്മുടെ ഒരു 3,500 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല.
അത് വളരെ കഷ്ടപ്പെട്ട തുകയാണ്. മാത്രമല്ലാതെ ശരിക്കും നമ്മുടെ ഒരു കുട്ടിയുടെ ആഗ്രഹ നിവാരണത്തിന് വേണ്ടിയിട്ട് കൂടെ നമ്മൾ മുടക്കിയതാണല്ലോ, അത് നിറവേറട്ടെ എന്നുള്ള നിലയ്ക്കും കേരളം എന്നുള്ളൊരു വികാരത്തിലുമാണ് നമ്മൾ ആ പൈസ മുടക്കാൻ തയ്യാറായത്. രണ്ടാമത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വീണത് MLA ആണ്, ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. വീണ് ഉണ്ടായിട്ടുള്ള പരിക്കെന്ന് പറഞ്ഞാൽ വളരെ കാലം കൊണ്ട് റിക്കവറി ചെയ്ത് മാത്രം വരുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 10 കുട്ടികളെയാണ് ആ സ്റ്റേജിൽ നിരത്തി നിർത്തിയിരുന്നതെങ്കിൽ ആ കുട്ടികൾ താഴെ പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ കുട്ടികളുടെ നമ്മൾ എത്ര ദിവസം ഇതിൻ്റെയൊക്കെ പുറകെ നിൽക്കും? അപ്പൊ അത് സംഭവിക്കാതിരുന്നത് മഹാഭാഗ്യം. രണ്ടാമത് ഈ അടുത്തല്ലേ അല്ലു അർജുന്റെ സിനിമ കാണാൻ ഒരു കുട്ടി പോയിട്ട് അമ്മയും കുട്ടിയും ഒക്കെ മരിച്ചപ്പോൾ ഈ പറയുന്ന നടനെതിരെ പോലും എത്ര ശക്തമായ നിലപാടാണ് അവിടുത്തെ ഗവൺമെന്റ് എടുത്തത്. ഈ പറയുന്നത് പോലെ പബ്ലിക് ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു ഇവന്റ് നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ അറിവിൽ GCDA എന്ന് പറയുന്നത് ഗവൺമെന്റ് അതോറിറ്റി തന്നെയാണ്. ശരി ശ്രീമതി ബിജി, ഞാൻ വരാം. മൃദംഗാവിഷൻ CEO അറസ്റ്റിലായിട്ടുണ്ട്. നഗരത്തിലെ ഹോട്ടലിൽ വെച്ചാണ് നികോഷ് കുമാർ എന്ന മൃദംഗാവിഷൻ CEO അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹം ഒരു നക്ഷത്ര ഹോട്ടലിൽ സ്യൂട്ട് റൂമിലായിരുന്നു. അവിടെ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൃദംഗാവിഷൻ എന്ന ഇതിലെ സംഘാടകർ, ഇതിന്റെ നടത്തിപ്പുകാർ, അതിലെ CEO അറസ്റ്റിലായിരിക്കുന്നത്. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീ ടോണി ചെമ്മണി, 1 മിനിറ്റേ ബാക്കിയുള്ളൂ, താങ്കൾക്ക് പറയാം. അല്ല, ഇതിൽ വീഴ്ച വരുത്തിയ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണം. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. സംഘാടകർ, ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതുകൊണ്ട് അത്തരം കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ജാഗ്രതയോടെ പരിശോധിക്കും. ആ കാര്യത്തിൽ ഗവൺമെൻറ് വീഴ്ച വരുത്തിയാൽ ഒരുപക്ഷെ ശക്തമായ സമരപരിപാടികളിലേക്ക് പോലും ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സമരം ഇതിൻ്റെ പേരിൽ തുടങ്ങരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൃത്യമായി നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് കൃത്യമായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വീഴ്ചയാണ്. ആ വീഴ്ചക്കെതിരെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കർശനമായ നടപടി ഉണ്ടാകണം. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ശ്രീ CR നീലകണ്ഠൻ, എന്തെങ്കിലും നടക്കുമോ? നടക്കാൻ വളരെ വളരെ സാധ്യത കുറവാണ്. ഒരു ചെറിയ അറസ്റ്റും അതും ഇതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ ബഹളം തീരും, നമ്മളൊക്കെ മറക്കും. പാവം ഉമാ തോമസ് കുറച്ച് കാലം കൂടി ആശുപത്രി കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത്. മറ്റൊരു പ്രതീക്ഷ നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, നിങ്ങളെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ അല്ല, ഞാൻ ടോണി ചമ്മണിയോടല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, മുൻകാല അനുഭവങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. ക്യുസാറ്റിൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്ന് ഞാൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ MLA ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 5 കുട്ടികളാണ് അവിടെ കൊല്ലപ്പെട്ടത്. നമുക്ക് ഒരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല. അത് നമ്മൾ എടുക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ നിങ്ങൾ UDFO കോൺഗ്രസ് ഇടപെടുന്നെങ്കിൽ നല്ലത്, ഗവൺമെൻറ് നടപടി എടുക്കുന്നെങ്കിൽ അതിനേക്കാൾ നല്ലത്. ഇതിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറൊന്നും ഉണ്ടാക്കുന്നല്ല വേണ്ട എന്നുള്ള എൻ്റെ സുഹൃത്ത് അക്സറിനോട് ഞാൻ പറയുകയാണ്. അതൊന്നും വേണ്ട. ഇവിടെയുള്ള നിയമങ്ങൾ നടപ്പാക്കിയാൽ മതി. ഈ തട്ടിപ്പുകാരെ പിടിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയില്ല. സുരക്ഷാ വീഴ്ചയ്ക്കാണോ അതോ പരിപാടിയുടെ തട്ടിപ്പിനാണോ എന്നതും കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ശ്രീമതി ഉമാ തോമസ് MLA വളരെ വേഗം സുഖം പ്രാപിച്ചു വരട്ടെ. അവർ അപകടനില തരണം ചെയ്ത് എല്ലാം ശരിയായി വരുന്നു എന്ന വാർത്ത കേൾക്കാനാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അത് വേഗം ഉണ്ടാകട്ടെ. ഇത് കേവലം ഒരു അന്വേഷണത്തിൽ ഒതുങ്ങുന്ന സംഭവമല്ല. സുരക്ഷാ വീഴ്ചയും പിഴവുകളും മാത്രമല്ല, ഇതിനകത്ത് വലിയ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും നടന്നിട്ടുണ്ടെന്ന കാര്യം ഗൗരവമുള്ള അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു. അതിൽ എന്ത് സർക്കാർ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു.